കിഴക്കൻ മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ പാണത്തൂരിൽ നടക്കുന്ന പാണത്തൂർ മഖാം ഉറൂസിൻ്റെ ഉദ്ഘാടനം നാളെ ആരംഭിക്കുകയാണ്. പാണത്തൂർ മഖാമിനെ കുറിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ പാണത്തൂർ ജുമാ മസ്ജിദിനെ കുറിച്ച് പറഞ്ഞാൽ, ഹിജ്റ വർഷം 123 പാണത്തൂർ ജുമാ മസ്ജിദ് ഉണ്ടായത് എന്ന് അവിടെയുള്ള ചില ഫലകങ്ങളിലൊക്കെ കാണാം. നിങ്ങൾ വിക്കിപീഡിയ തിരഞ്ഞു നോക്കിയാലും ഹിജ്റ 123 വർഷമായി പാണത്തൂർ ജുമാ മസ്ജിദ് ഉണ്ടായ വർഷമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോ ഹിജ്റ വർഷം, അറബി വർഷം 1446 ഷവ്വാൽ 11 അതിനർത്ഥം 1323 വർഷങ്ങൾ പഴക്കമുള്ള മസ്ജിദാണ് പാണത്തൂർ ജുമാ മസ്ജിദ് എന്നും അത്രയും തന്നെ പഴക്കമുള്ള മഖാമാണ് പാണത്തൂർ എന്നുമാണ്. 1400 വർഷങ്ങൾക്കപ്പുറം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലും മദീനയിലും ഇസ്ലാം മത പ്രബോധനം നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് തന്നെയും കേരളത്തിലേക്ക് 40ഓളം ആളുകൾ വന്നു എന്നും നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ കൊടുങ്ങല്ലൂരുള്ള ചേരമാൻ പള്ളിയും അതേപോലെ കാസർഗോഡുള്ള മാലിക് ദിനാർ മസ്ജിദും ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് പാണത്തൂർ ജുമാ മസ്ജിദും എന്നാണ് ചരിത്രരേഖകളിലൊക്കെയും കാണുന്നത്. 1300 വർഷത്തെ പഴക്കം. അവിടെ മറപ്പെട്ട് കിടക്കുന്ന 4 ഔലിയാക്കളുടെ 4 ശുഹദാക്കളുടെ പേരിൽ നടത്തപ്പെടുന്ന ഉറൂസാണ് പാണത്തൂർ മഖാം ഉറൂസ്. അതിനെ പ്രസക്തമാക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, പാണത്തൂർ ജുമാ മസ്ജിദിന്റെ അല്ലെങ്കിൽ പാണത്തൂർ മഖാമിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊടക് മലയുടെ അല്ലെങ്കിൽ കൊടക് കർണാടകയുടെ അതിർത്തിയിൽ കാഞ്ഞങ്ങാട് വിട്ടാൽ ഏറ്റവും വലിയ ഒരു വ്യവഹാര കേന്ദ്രമായ പാണത്തൂര് എന്നുള്ള ലൊക്കേഷനാണ് ആദ്യത്തേത്. അതിനേക്കാൾ പ്രസക്തമായത്, അതിനേക്കാൾ പ്രാധാന്യമുള്ളത് അന്ന് മുതൽ, ഈ പള്ളി ഉണ്ടായത് മുതൽ അല്ലെങ്കിൽ മഖാം ഉണ്ടായത് മുതൽ അവിടെയുള്ള ഒരു ഹിന്ദു മുസ്ലിം സൗഹൃദമാണ്, അല്ലെങ്കിൽ ഒരു മത സൗഹാർദ്ദമാണ്. ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സൗഹാർദ്ദമാണ്. മഞ്ഞടുക്കം ശ്രീ തുളർവനത്ത് ഭഗവതി ക്ഷേത്രത്തിന്റെ ക്ഷേത്രപാലകരുമായും അല്ലെങ്കിൽ ക്ഷേത്രസ്ഥാനീയരുമായും ക്ഷേത്ര കമ്മിറ്റിയുമായും അതേപോലെ പാണത്തൂർ ജുമാ മസ്ജിദിന്റെ കമ്മിറ്റിയുമായിട്ടൊക്കെയുള്ള ഒരു വല്ലാത്തൊരു ഇഴയടുപ്പമുണ്ട്. അവിടെ അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞിട്ട് മാത്രമേ പാണത്തൂർ മഖാം ഉറൂസ് തുടങ്ങാറുള്ളൂ, അതേത് കാലത്തിലായാലും. അപ്പൊ ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ കമ്മിറ്റികൾ തമ്മിലും അല്ലെങ്കിൽ ക്ഷേത്രപാലകർ തമ്മിലും പള്ളി പരിപാലകർ തമ്മിലുള്ള വല്ലാത്തൊരു ബന്ധമുണ്ട്. ഇപ്പൊ അടുത്ത കാലത്താണ് അവിടെ ഉത്സവം കഴിഞ്ഞു. ആ ഉത്സവത്തിന് ഞങ്ങളൊക്കെയും പോയി കാഴ്ച വസ്തുക്കളുമായി ഞങ്ങൾ അവിടെ ചെല്ലും. അപ്പൊ അവരുടെ ആദ്യത്തെ മര്യാദകളൊക്കെ സ്വീകരിച്ച് മധുരപലഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് വരും. അതേപോലെ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ അവിടെയും ഞങ്ങളൊക്കെയും കമ്മിറ്റി അംഗങ്ങളൊക്കെ പോകും. അവിടെ ഊണൊക്കെ കഴിച്ച് അവിടെ കാഴ്ച വസ്തുക്കളൊക്കെ സമർപ്പിച്ചിട്ട് ഞങ്ങൾ മടങ്ങി വരും. അതേപോലെ തന്നെയാണ് ഉറൂസിന് മഞ്ഞടുക്കം ശ്രീ തുളർവനത്ത് ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾ, അതേപോലെ അയ്യപ്പ ക്ഷേത്ര ഭാരവാഹികൾ, ക്രിസ്ത്യൻ പള്ളിയിലുള്ള ആളുകളൊക്കെയും ഈ നമ്മുടെ പാണത്തൂർ മഖാമിലേക്ക് വരും. അവിടെ വന്ന് വല്ലാത്തൊരു കാഴ്ചയാണ്. അവർ വന്ന് ഈ വിളക്കൊക്കെ വൃത്തിയാക്കി തിരിയിട്ട് എണ്ണയിട്ട് കത്തിച്ച് വല്ലാത്തൊരു അനുഭൂതിയാണ് അവർക്ക് ലഭിക്കുക. ഇത്രയും നൂറ്റാണ്ടുകളോളം ഈ ആളുകൾക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് അവർക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയല്ലേ അതിനർത്ഥം. അപ്പൊ ഏത് പ്രശ്നമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് വിഷമമുണ്ടെങ്കിലും ഏത് നല്ല കാര്യം വരുമ്പോഴും ഞങ്ങളൊക്കെയും പോകുന്ന ഒരു മഖാമാണ് ഈ പാണത്തൂർ മഖാം എന്ന് പറയുന്നത്. പള്ളിയിൽ വന്ന് നിസ്കരിച്ച് മഖാമിൽ വന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഹിന്ദു മതസ്ഥരാണെങ്കിൽ അവർ വന്ന് ഈ വിളക്കൊക്കെ തെളിയിച്ചിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പള്ളിയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പോകുന്നത് നമുക്ക് കാണാം. ഉറൂസിന്റെ എല്ലാ ദിവസങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ശനി, ഞായർ, തിങ്കൾ ഈ 3 ദിവസങ്ങളിൽ മറ്റ് ജാതിയിലുള്ള ആളുകളുടെ, മുസ്ലിം അല്ലാതെ ഹിന്ദുവിന്റെയും ക്രിസ്തുവിന്റെയും ആളുകളൊക്കെയും ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. ഞങ്ങളൊക്കെ തമ്മിലുള്ള പരസ്പര സ്നേഹവും ആ അടുപ്പവും ഒക്കെയാണ് പാണത്തൂരിനെ മറ്റ് ഇതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഈ വർഷവും അതേപോലെ ആയിരങ്ങൾ ഒഴുകി വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
ഏപ്രിൽ 10-ാം തീയതി, അതായത് നാളെ രാവിലെ 10 മണിക്കുള്ള പതാക ഉയർത്തലോടുകൂടി ആരംഭിക്കുകയും വൈകുന്നേരം സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർ ഉദ്ഘാടനം ചെയ്യുകയും തിങ്കളാഴ്ച 4 മണിക്ക് നടക്കുന്ന അന്നദാനത്തോടുകൂടി പാണത്തൂർ ഉറൂസ് സമാപിക്കുകയും ചെയ്യും. പ്രസിദ്ധമായ പാണത്തൂർ മഖാം ഉറൂസ് 2025 ഏപ്രിൽ 10 മുതൽ 14 വരെയുള്ള തീയതികളിലായി വളരെ വിപുലമായ രീതിയിലാണ് ഈ വർഷം സംഘടിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട പാണത്തൂർ ചീഫ് ഇമാം ജലീൽ താലിം ഉസ്താദ് അവരുടെ മഹനീയമായ മഖാം സിയാറത്തിന് ശേഷം ബഹുമാനപ്പെട്ട ജമാഅത്തിൻ്റെ പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ ഔപചാരികമായി പതാക ഉയർത്തലോടുകൂടി ആരംഭിക്കുന്ന പാണത്തൂർ മഖാം ഉറൂസിന് 2025 10-ാം തീയതി ഏപ്രിൽ 10-ാം തീയതി തുടക്കം കുറിക്കുകയാണ്. അന്നേ ദിവസം ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സംസ്ഥ കേരള ജമിയത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉറൂസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുകയാണ്. അന്നേ ദിവസം തന്നെ മെഗാ ദഫ് പ്രദർശനവും ഉണ്ടായിരിക്കുന്നതാണ്. നൂറുൽ ഹുദ കാക്കടവിൻ്റെ മെഗാ ദഫ് പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ്. ഏപ്രിൽ 11-ാം തീയതി മുഖ്യപ്രഭാഷകൻ ബഹുമാനപ്പെട്ട മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി, മുള്ളൂർക്കര മുഹമ്മദ് സഖാഫിയുടെ മുഖ്യപ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഏപ്രിൽ 12-ാം തീയതി കേരളക്കരയിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട പ്രഭാഷകൻ ജലീൽ റഹ്മാനി വാണി എന്നൊരു ഉസ്താദ് ആ സദസ്സിൽ സംബന്ധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഏപ്രിൽ 13-ാം തീയതി ബഹുമാനപ്പെട്ട ഹാഫിൽ EP അബൂബക്കർ കാസിമി ഉസ്താദ്, നമുക്കൊക്കെ അറിയാം കേരളക്കരയിലെ പ്രഭാഷകനാണ് ഹാഫിൽ EP അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹവും ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കുന്നതാണ്. അവസാന ദിവസം കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് കോഴിക്കോട് വലിയ ഖാദി ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുൽ തങ്ങൾ, കോഴിക്കോട് ഖാദി. അതേപോലെ തന്നെ അവസാന ദിവസമായ ഏപ്രിൽ 15-ാം തീയതി പതിനായിരങ്ങൾക്ക് അസർ നിസ്കാരണത്തോടു കൂടിയുള്ള അന്നദാനം നടക്കുന്നതാണ്.